ഹായ് ഹലോ നമസ്കാരം. ഏവിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എൻ്റെ അറിവ് നിങ്ങളിലേക്ക് ഷോർട്സിൻ്റെ രൂപത്തിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 1 എയർലൈൻ, 2 ഫ്ലൈറ്റ്, 3 എയർക്രാഫ്റ്റ്. എയർലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഖത്തർ എയർവേയ്സ് എന്നൊക്കെ പറയുന്ന കമ്പനികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എയർലൈൻ എന്ന് വിളിക്കുന്നത്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബസ്സിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ ഒരു റൂട്ട് പെർമിറ്റ്, അതാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കൊച്ചി ടു ലണ്ടൻ ഗാറ്റ്വിക്, അല്ലെങ്കിൽ കൊച്ചി ടു ദുബായ്, അല്ലെങ്കിൽ കൊച്ചി ടു ന്യൂഡൽഹി, ഇതൊക്കെ ഫ്ലൈറ്റ്സ് ആണ്. എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ഒരു എയ്റോപ്ലെയിനെയാണ് എന്ത് വിളിക്കുന്നത്, എയർക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. എയർക്രാഫ്റ്റ് മറിഞ്ഞൊക്കെ ഇരിക്കാം, അതായത് പാസഞ്ചറിൻ്റെ ലോഡ് അനുസരിച്ച് അവർ എയർക്രാഫ്റ്റ്സ് മാറ്റി മറിച്ചൊക്കെ ഉപയോഗിച്ചു എന്നിരിക്കാം. അപ്പോൾ കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ള ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ, ആ ഒരു ദിവസത്തെ ഫ്ലൈറ്റ് കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വലിയ എയർക്രാഫ്റ്റ് ഉപയോഗിക്കാം. പാസഞ്ചേഴ്സ് കുറവാണെങ്കിൽ ചെറിയ എയർക്രാഫ്റ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എയർക്രാഫ്റ്റുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് വൈഡ് ബോഡി എയർക്രാഫ്റ്റും, 2 നാരോ ബോഡി എയർക്രാഫ്റ്റും. വൈഡ് ബോഡി എന്ന് പറഞ്ഞാൽ പേരിലുള്ളതുപോലെ തന്നെ വൈഡായിട്ടുള്ള വലിയ എയർക്രാഫ്റ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്, വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 777, അതുപോലെ തന്നെ A380, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. പിന്നെ നാരോ ബോഡി എന്ന് പറയുമ്പോൾ ചെറിയ എയർക്രാഫ്റ്റുകൾ, അതായത് നമ്മൾ ഷോർട്ട് ഡ്യൂറേഷൻ ഫ്ലൈറ്റ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ എയർക്രാഫ്റ്റുകളാണ് നാരോ ബോഡി എയർക്രാഫ്റ്റുകൾ. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.